നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? മോഡിഫിക്കേഷനെ കുറിച്ച് ഓൾറെഡി ആൾ പറഞ്ഞല്ലോ. അപ്പം മന്ത്രി ആയതിനു ശേഷം ഇനി വാക്കുമാറ്റി പറയോ ഇല്ലയെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട്. എനിക്കുണ്ടെങ്കിൽ അതേ ഒരു ആകാംക്ഷ. ഞാനത് ചോദിച്ചു. അതെ, ആ ചിരി സ്ലോ ആക്കിയപ്പോഴാണ് വൈറലായത്. പിന്നെ നമ്മളെ CM അല്ലേ, വൈറലാവാതൊക്കെ നമ്മൾ പിള്ളേരോട് പറയില്ലേ, നമ്മള് മോളോട് കാണിക്കുന്ന പോലെ CM പറഞ്ഞു ഒരു വാത്സല്യം തോന്നിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് എനിക്കും കാണണം എന്നൊരു ആഗ്രഹം തോന്നി. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ. നമസ്കാരം. മുഖ്യമന്ത്രി VD സതീശൻ്റെ പൂക്കി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരുപാട് പേരാണ് അത് ഷെയർ ചെയ്യുന്നത്. പല രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, മീമായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ എല്ലാവരും ചോദിക്കുകയാണ് ആരാണ് ഈ വീഡിയോ എടുത്തത്. ആ ശബ്ദം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. അപ്പം നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. നീലക്കുയിൽ എന്ന യൂട്യൂബ് ചാനലിലെ ജോലി ചെയ്യുന്ന ഫിജിൻ, മലപ്പുറം സ്വദേശിയാണ്, എടക്കരയാണ്, നമ്മുടെ ഒപ്പം ചേരുകയാണ്. നമസ്കാരം ഫിജിനെ. നമസ്കാരം. എങ്ങനെയാണ് ആ ഒരു വീഡിയോ പിറന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചോദിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർക്കായാലും സംശയം തോന്നും. മോഡിഫിക്കേഷനെ കുറിച്ച് ഓൾറെഡി ആൾ പറഞ്ഞല്ലോ. അപ്പം മന്ത്രി ആയതിനു ശേഷം ഇനി വാക്കുമാറ്റി പറയോ ഇല്ലയെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട്. എനിക്കുണ്ടെങ്കിൽ അതേ ഒരു ആകാംക്ഷ. ഞാനത് ചോദിച്ചു. പക്ഷേ ആൾ വാക്കു മാറ്റിയില്ല. അതിനെക്കുറിച്ച് ഇനിയും ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ തന്നെ വളരെ സന്തോഷം. പിന്നെ ആ ഒരു പുഞ്ചിരിയൊക്കെ കാണുമ്പോൾ ആർക്കായാലും സന്തോഷമായി വരും. അല്ല, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെറുതെ ഒരു വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊന്നും വൈറലാകത്തില്ല. അത് കൃത്യമായി എഡിറ്റ് ചെയ്യണം. ആ എഡിറ്റ് ചെയ്തതും ഫിജിൻ തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്. എങ്ങനെ എഡിറ്റ് ചെയ്തത്? ജസ്റ്റ് ഫോണിൽ ഉപയോഗിച്ചിട്ട് തന്നെ. പിന്നെ ട്രെൻഡിങ് പാട്ടാണല്ലോ, അനിരുദ്ധിൻ്റെ ട്രെൻഡിങ് പാട്ടും വെച്ചിട്ട് നൈസിലൊന്ന് ഇട്ട് നോക്കിയതാ. വെറുതെ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രയും അത് നിരീക്ഷണ പാഠം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത്രയും സൂക്ഷ്മമായിട്ട് ആ വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മൊമെന്റ് നമ്മുടെ മനസ്സിൽ കിട്ടത്തുള്ളൂ. തീർച്ചയായും 3 വർഷത്തോളം ആയില്ലേ ഇപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പം നമ്മൾ അതിനനുസരിച്ച് എവിടെ സ്ലോ മോഷൻ കൊടുക്കണം അവിടെ നമ്മൾ സ്ലോ മോഷൻ കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അങ്ങനെ ചെയ്തതാണ് സംഭവം. സത്യം പറഞ്ഞാൽ ആ സ്ലോ മോഷനിലാണ് ആ വീഡിയോ വൈറലായത്, അല്ലേ? അതെ, ആ ചിരി സ്ലോ ആക്കിയപ്പോഴാണ് വൈറലായത്. പിന്നെ നമ്മളെ CM അല്ലേ, വൈറലാവാതൊക്കെ. അപ്പോൾ വൈറലായതിനു ശേഷം CM വിളിച്ചോ? CM വിളിച്ചിട്ടില്ല. CMൻ്റെ ആളുകളെല്ലാം വിളിച്ചു. എന്നിട്ട് CMനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ലെവലിലൊക്കെ പറഞ്ഞ് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കാണും തോന്നുന്നുണ്ട്. കാണണം എനിക്കും ആഗ്രഹമുണ്ട്. ഫിജിനാണ് ഈ വീഡിയോ എടുത്തതെന്ന് എങ്ങനെയാണ് ആളുകൾ ഇപ്പോൾ അറിഞ്ഞത്, തിരിച്ചറിഞ്ഞത്? ഒന്ന് എൻ്റെ വോയിസ് ഇട്ടിട്ട് ഫ്രണ്ട്സ് തന്നെ എല്ലാവരും മെൻഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ CMൻ്റെ ഇതും കൂടി വന്നപ്പം CM പറഞ്ഞു ഒരു വാത്സല്യം തോന്നിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് എനിക്കും കാണണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ആൾക്കാരെ അറിയപ്പെടൽ തുടങ്ങി. CM ഈ വീഡിയോ വൈറലായതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സാർ പോക്കി മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ട് ഞാനിന്നലെ അത് അറിയാതെ പയ്യൻ എൻ്റെ പ്രായമുണ്ട്. പയ്യനാണ് എന്നോട് ചോദിച്ചത്. അത് ഞാൻ അവനോട് എനിക്കൊരു വാത്സല്യം കൊണ്ട് കാണിച്ചാണ്. അവനോടൊരു അവൻ്റെ ഒരു ഫേസും അവൻ്റെ അപ്പിയറൻസും ഒക്കെ ഉണ്ടപ്പോൾ എനിക്കൊരു വാത്സല്യം തോന്നിയില്ലേ. അത് നമ്മൾ പേടിക്കണ്ട, ശരിയാക്കാനുള്ള മട്ടില് ധൈര്യമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിലുള്ളൊരു ആഗ്രഹമല്ലേ. അത് പിന്നെ ഞാൻ പറഞ്ഞു വാക്കല്ലേ പറഞ്ഞേക്കണേ, അത് നമുക്ക് ശരിയാക്കി എടുക്കാതെ. പെട്ടെന്ന് ഇവൻ്റെ ഫേസ് കണ്ടപ്പോൾ നമ്മൾ പിള്ളേരോട് പറയില്ലേ, നമ്മൾ മോളോട് കാണിക്കുന്ന പോലെ അതെത്താത്ത സ്ഥലമില്ല. ഒരു 1000കണക്കിന് റീല്. ഞാൻ ഇന്നലെ രാത്രി മോളെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ.
അപ്പം CM പറഞ്ഞ പോലെ നിഷ്കളങ്കമായ ഒരു പയ്യൻ വന്ന് ചോദിച്ചു. അത് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ് അങ്ങനെ പറയാനെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിഷ്കളങ്കനായിട്ട് തന്നെയാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ചെറുതായിട്ട് വൈറലായതിനു ശേഷം ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഇവരാരും വിചാരിക്കാത്ത പോലെയാണ് ഈ റീച്ച് പോയത്. ഞാനും ഇവരും വിചാരിച്ചിട്ടില്ല, ഇത്ര കയറുമെന്ന് വിചാരിച്ചില്ല. ആദ്യം ഞാൻ എഡിറ്റ് ചെയ്യാതെ ഒരു വട്ടം പോസ്റ്റ് ചെയ്തിരുന്നു. അത് 2 മില്യൺ പോയിട്ട് അതുമ്പോൾ തന്നെ നിന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് 2 മില്യൺ നിൽക്കാനുള്ള സാധനമല്ല. കാരണം അത് വെച്ച് തന്നെ ഓരോ വ്ളോഗേഴ്സും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി ഇട്ടതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ടപ്പോൾ 13 മില്യൺ ആയത്. 13 മില്യൺ അതിന് 13.8 മില്യൺ ആയത് നിലവിൽ. അതായത് അനിരുദ്ധിൻ്റെ ആ പാട്ട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ ആണ് ഈ വീഡിയോ. നമ്മുടെ CMൻ്റെ വീഡിയോ ട്രെൻഡിങ്ങിലേക്ക് പോയി. അനിരുദ്ധിനെ വരെ വെട്ടി എന്നാണ് പറയുന്നത്. എത്ര നാളായിട്ട് ഈ ഫീൽഡിലുണ്ട്? 3-4 വർഷമായിട്ടുണ്ട്. അതെ അത്ര തന്നെ. എന്തായാലും CM കാണണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഉടനെ CMനെ കാണും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഫിജിനുള്ളത്. കൊച്ചിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.